അപ്പം ഇന്ന് 10ാമത്തെ നോമ്പിൻ്റെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് വന്നുള്ളത്. അപ്പം ഇന്ന് ഞാൻ കുറച്ച് കട്ട്ലറ്റ് ഉണ്ടാക്കുന്നുണ്ട്. അതിന് ചിക്കനും ഇതൊക്കെ കൂടി മസാലയൊക്കെ റെഡിയാക്കിയിട്ട് അതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. പിന്നെ തരിക്കഞ്ഞി ഉണ്ടാക്കാമെന്ന് പറയുന്നുണ്ട് കുട്ടികൾ. അപ്പോൾ തരിക്കഞ്ഞിക്ക് റവയും സേമിയയും കൂടിയിട്ട് അത് വറുത്തെടുത്തിട്ട് തിളച്ച വെള്ളത്തിലിട്ട് കൊടുത്ത് അതും വേവിച്ചിട്ട് അതിലേക്ക് പാലൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് അത് റെഡിയാക്കി എടുത്ത്. പിന്നെ ഇപ്പം ഇന്ന് വൈകുന്നേരം നോമ്പറക്കണ നേരത്തേക്ക് കുട്ടികൾ പറഞ്ഞ് ചോറ് മതിയെന്ന്. അപ്പോൾ ചോറിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം പരിപ്പ് താളിക്കുകയാണ് ചെയ്യണത്. അപ്പോൾ പച്ചമുളകും പരിപ്പും തക്കാളിയൊക്കെ കൂട്ടിയിട്ട് അത് വേവിക്കാൻ വെച്ചു. പിന്നെ അപ്പോൾ എന്താ ചെയ്ത് കുറച്ച് മുരിങ്ങടല പൊട്ടിച്ച് കൊടുത്തിട്ട് അതൊരു താളിപ്പ് ഉണ്ടാക്കി. പിന്നെ കുറച്ച് കേബേജ് ഉപ്പേരി ഉണ്ടാക്കി കേട്ടോ. അപ്പം ഏതായാലും ചോറല്ലേ, അപ്പോൾ കുട്ടികൾക്കൊന്നും നല്ലപോലെ തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച്. പിന്നെ നമ്മുടെ 10ാമത്തെ നോമ്പ് അല്ലേ, ആദ്യത്തെ 10 അവസാനിക്കണ ദിവസമല്ലേ. പിന്നെ അതിലേക്ക് കുറച്ച് മീനും ഫ്രൈ ചെയ്തിട്ടോ. മാന്തളാണെന്ന് മീനുണ്ടായിരുന്നത്. പിന്നെ ചായ ഉണ്ടാക്കി. പിന്നെ എന്നത്തെയും പോലെ മോളുടെ പണികളൊക്കെ ഭംഗിയായിട്ട് ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഫ്രൂട്ട്സ് കട്ട് ചെയ്യലും ടേബിളൊക്കെ നന്നായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ബാങ്ക് കൊടുക്കാനുള്ള വെയിറ്റിങ്ങിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. പിന്നെ ബാങ്കൊക്കെ കൊടുത്ത് പിന്നെ ഞങ്ങൾ നോമ്പ് തുറക്കാൻ റെഡിയായി. നോമ്പൊക്കെ തുറന്ന് അങ്ങനെ നോമ്പൊക്കെ തുടങ്ങിയിട്ട് എത്ര പെട്ടെന്ന് 10 ദിവസം കടന്നു പോയതില്ലേ. ഈ കൊടും ചൂടത്താണെങ്കിലും നമ്മൾ അല്ലാഹു അതൊക്കെ നോൽക്കാനുള്ള ഒരു കഴിവ് അല്ല തന്ന ഞമ്മക്ക്. പിന്നെ ഞങ്ങളങ്ങനെ മഗ്‌രിബ് നിസ്കാരം ഇശാ നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം ചോറൊക്കെ കഴിച്ചിട്ട് അന്ന് ചോറാണ് ഉണ്ടാക്കിയത്. അപ്പോൾ പരിപ്പ് കറിയും മുരിങ്ങടലയും കേബേജ് ഉപ്പേരിയും പിന്നെ ഞാൻ ചെറിയൊരു കുമ്പളങ്ങ കഷ്ണം ഇരുന്നിരുന്നു അവിടെ. അപ്പോൾ അതെടുത്തിട്ട് അതൊന്നുകൊണ്ട് താളിച്ചു. അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങൾ അന്നത്തെ ഫുഡ്. അപ്പോൾ ഇതുപോലെ അള്ളാഹു എന്നും എത്തിച്ച് തരട്ടെ. ആമീൻ. അൽഹംദുലില്ലാ.